ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളിൽ പലർക്കും നല്ല ധാരണയുണ്ടാകും, അറിവുകളുണ്ടാകും. പക്ഷേ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇത് മുഴുവനായിട്ടും കാണുക. അപ്പോൾ UAE-യിൽ വിവാഹം കഴിക്കാത്ത ഒരാണിനും ഒരു പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാൻ കഴിയുമോ? അത് ലീഗലാണോ? അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടോ? കൂടാതെ നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുമോ? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഞാനിന്ന് പറയുന്നത്. നേരത്തെ UAE-യിൽ ഒരാണിനും പെണ്ണിനും, വിവാഹം കഴിക്കാത്ത ഒരാണിനും പെണ്ണിനും ഒന്നിച്ച് ജീവിക്കാൻ കഴിയില്ലായിരുന്നു. അത് ഇല്ലീഗലായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, അത് ലീഗലാണ്. അതിനുള്ള ഫ്രീഡം ഇവർ തരുന്നുണ്ട്. അങ്ങനെ ഒന്നിച്ച് ജീവിക്കുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നവുമില്ല. എന്നാൽ പ്രശ്നം തുടങ്ങുന്നത് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇങ്ങനെ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ്, ഒരു ഗാർഹിക പീഡനത്തിന് നിങ്ങൾ ഇരയായെങ്കിൽ അതൊരിക്കലും ഫാമിലി ലോയുടെ അണ്ടറിൽ വരത്തില്ല. നിങ്ങളെ ഇൻഡിവിജ്വലായിട്ട് തന്നെ കണക്കാക്കി ഹാർഷർ പണിഷ്മെൻറ്റ് തരും, ഇൻഡിവിജ്വലായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. അതിൻ്റെ പെനാലിറ്റി എന്ന് പറയുന്നത് ഹയസ്റ്റ് പെനാലിറ്റി ആയിരിക്കും. അതാദ്യം മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ നിങ്ങൾ വിവാഹം കഴിക്കാതെ റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ, അതായത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലിരിക്കുമ്പം അത് നിങ്ങൾ 5 വർഷമോ 10 വർഷമോ 15 വർഷമോ ഒക്കെ ഒന്നിച്ച് ജീവിച്ചോട്ടെ. വെൻ ഇറ്റ് കംസ് ടു എ ബ്രേക്കപ്പ്, നിങ്ങളുടെ ആ ബന്ധം ബ്രേക്കപ്പ് ആകുന്ന സാഹചര്യത്തിൽ വിമൻ, യു ആർ ലീഗലി എൻറ്റൈറ്റിൽഡ് ടു നത്തിങ്. നിങ്ങൾക്ക് യാതൊരുവിധ നിയമസംരക്ഷണവും ലഭിക്കത്തില്ല. മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ഈ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പിലിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായെന്ന് കരുതുക. ആ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഫാദർ ആരാണ്, പിതാവ് ആരാണെന്നുള്ള DNA ടെസ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവർ ആ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഗ്രാൻറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഇതും മനസ്സിലാക്കിയിരിക്കുക. അടുത്ത കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെ നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചു, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായി, നിങ്ങൾക്കൊരു സാഹചര്യത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് അലിമണി, അതായത് ജീവനാംശം ക്ലെയിം ചെയ്യാൻ കഴിയുമോ? അതൊരു ഹയസ്റ്റ് കോംപ്ലക്സ് പ്രോസസ്സാണ്, വളരെ റിസ്കി ആയിട്ടുള്ള പ്രോസസ്സാണ്. അതാദ്യം മനസ്സിലാക്കുക. അപ്പം നിങ്ങൾ ഓർക്കും UAE-യിൽ ഇങ്ങനെ ഒന്നിച്ച് താമസിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, അവരൊക്കെ ഇത് ബോധേഡാണോ, എന്താണ്, അവർക്കൊന്നും ഒരു പ്രശ്നമില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവർ കാണും. പക്ഷേ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട റിസ്ക് ഫാക്ടേഴ്സ് വെൻ യു ആർ ഗിവിങ് ബർത്ത് ടു എ ചൈൽഡ്, അല്ലെങ്കിൽ എന്താണ്, നിങ്ങളുടെ ജീവനാംശം ക്ലെയിം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു റിലേഷൻ ബ്രേക്കപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് ലീഗലി യാതൊന്നിനും കഴിയത്തില്ല. കാരണം അതൊന്നും ക്ലെയിം ചെയ്യാൻ കഴിയത്തില്ല. ഇത് ഫാമിലി ലോയുടെ അണ്ടറിലല്ല വരുന്നത്. അതൊക്കെ മനസ്സിലാക്കിയിരിക്കുക. സോ എൻ്റെ അഭിപ്രായത്തിൽ കൊഹാബിറ്റേഷൻ ഈസ് ക്വൈറ്റ് റിസ്കി പ്രോസസ് ഇൻ UAE, എസ്പെഷ്യലി നമ്മൾ കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോഴും ജീവനാംശം ക്ലെയിം ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ച് ഡിസിഷൻ എടുക്കുക. നിങ്ങൾക്കിത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.